Hello all, welcome back to English Ladder. I am Sruthy Dhanesh. ഞാൻ എന്നും യുണീക്ക് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ടാണ് നിങ്ങളുടെ കൂടെ വരാറുള്ളത് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് ഏത് ടോപ്പിക്കാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അല്ലേ. തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്. നമ്മൾ ഒരുപാട് പേരെ ചുറ്റുപാടും കാണാറുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ട് ഇല്ലേ. അപ്പം അങ്ങനെയുള്ള നമ്മളെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ ഡെയിലി മീറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ജോലി സ്ഥലത്ത്, നമ്മൾ പഠിക്കാൻ പോകുന്നിടത്ത്, എന്തിനു പറയുന്നു ബസ് സ്റ്റോപ്പിൽ വരെ നമ്മൾ പലരെയും മീറ്റ് ചെയ്യാറുണ്ട് അല്ലേ. സോ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടറുണ്ട്. ഈ ഒരു വൈവിധ്യം തന്നെയാണ് നമ്മളെല്ലാം യുണീക്ക് ആക്കുന്നതും. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിനെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വേർഡ്സ് ഉണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം എക്സൈറ്റഡ് അല്ലേ? തീർച്ചയായിട്ടും തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ള വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ നിങ്ങൾ കുറേ എണ്ണമൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഷോർട്സിലൂടെയൊക്കെ. അതിൻ്റെ ഒരു വലിയ ഫോമാണിത്. ഒത്തിരി വേർഡ്സ് ഉണ്ട് നമ്മൾ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ. ഒരു വേർഡ് പറയാം, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നേർഡ്, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണ് നേർഡ് എന്ന് പറയുന്നത് അല്ലേ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് നേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമാനായ മനുഷ്യൻ എന്നാണ്. പക്ഷെ അല്ല, അതിനൊരു കാര്യമുണ്ട്. അവർ ഒരു കാര്യത്തിലായിരിക്കും അവരുടെ അറ്റൻഷൻ ഫുള്ളുള്ളത്. അവർ എല്ലാ കാര്യത്തിലും അത്രയും ബുദ്ധിയുള്ള ആൾക്കാരാവണമെന്നില്ല. അവർ ചില കാര്യങ്ങളിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് അവരുടെ അട്രാക്ഷൻ പോകാൻ നേരത്ത് അവർക്കുള്ള സോഷ്യൽ സ്കിൽസ്, അതായത് നമ്മളെല്ലാം പലരോടും ഇടപെട്ടാണല്ലേ ജീവിക്കുന്നത്. ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ ഇതൊക്കെ അവരങ്ങ് മറന്നു പോകും. ഇവർ ആ ബുക്കിലോ അല്ലെങ്കിൽ അവരുടെ ആ റിലേറ്റഡ് ടോപ്പിക്കിലോ തന്നെയായിരിക്കും. കൂടുതലും ഇത്തരക്കാർ ഫോക്കസ് ചെയ്യുന്നത് സയൻസിലും കമ്പ്യൂട്ടറിലും ഒക്കെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഒറ്റ ബുദ്ധിക്കാർ, അതാണ് നേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഈ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെയുള്ള പഠിപ്പിസ്റ്റുകളോ? എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നല്ലേ പഠിപ്പിസ്റ്റുകൾ. നമ്മൾ അവരുടെ സഹായമൊക്കെ എടുക്കാറുണ്ടായിരുന്നു. പഠിപ്പിസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള വേർഡാണോ? അല്ലല്ലേ. നമ്മളൊരു ഈസി ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് നമ്മളായിട്ട് ഇട്ട ഒരു പേരാണ് പഠിപ്പിസ്റ്റ് എന്നുള്ളത്. സോ അതിന് പകരം നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയോ? എഗ് ഹെഡ്. എന്താണ്? എഗ് ഹെഡ്. അതായത് വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള അക്കാഡമിക്കലി നന്നായി ചെയ്യുന്ന ഒരാളെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് എഗ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു പാർട്ടിക്കൊക്കെ പോയി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഗ്യാതറിംഗ് ഉള്ള ഒരു സ്ഥലത്ത് പോയി, ഒരാൾ ചുമ്മാ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കല്യാണത്തിൻ്റെ ഫുഡ് ശരിയായില്ല, നോക്കിയാ പെണ്ണിരിക്കുന്ന ആഭരണങ്ങൾ ഇതിൽ എത്ര നല്ലത് കിട്ടിയേനെ, എല്ലാ കാര്യത്തിലും ഇങ്ങനെ വറീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണോ, അയ്യോ എന്താ ചെയ്യുക, ഭയങ്കര വറീഡാണ്. അത്തരക്കാർക്ക് വിളിക്കാനായിട്ട് ഇംഗ്ലീഷിലൊരു വേർഡ് ഉണ്ട്. എന്താണെന്നറിയോ? വറി വോട്ട്. എന്താണ്? വറി വോട്ട്. ഇത്തരക്കാരെ, അതായത് എല്ലാത്തിനും വറീഡ് ആവുന്നവരെ, ഇവരുടെ ഒരു പ്രത്യേക ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് വരെ ഇവർ ഭയങ്കര വറീഡായിരിക്കും. ഇനി എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള ചില ആൾക്കാരുണ്ട്, സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള, നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. അത്തരക്കാരെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ചാറ്റർ ബോക്സ്. എന്താണ്? ചാറ്റർ ബോക്സ്. അതായത് നിർത്താതെ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരെ, അവർക്ക് ഇന്ന ടോപ്പിക്കിനോ ഏത് ടോപ്പിക്കിനോ ഒന്നും വേണ്ട, അവർക്ക് എന്ത് ടോപ്പിക്ക് കിട്ടിയാലും സന്തോഷത്തോടെ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത്തരക്കാരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ചാറ്റർ ബോക്സ്. ഇനി ഇതുപോലെ തന്നെ ഇത്തരക്കാരുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. വളരെ ഹാപ്പി ആയിരിക്കും, ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. അവരുടെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിലും അവരോട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എപ്പോഴും സന്തോഷമുള്ള ആൾക്കാർ. അത്തരക്കാരെ വിളിക്കുന്ന പേരാണ് ഹാപ്പി ക്യാമ്പർ. അപ്പൊ നിങ്ങളുടെ ഒപ്പം ഇങ്ങനെ പോസിറ്റിവിറ്റി വാരി വിതറി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഹാപ്പി ക്യാമ്പർ എന്ന് വിളിക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ആൾക്കാരുണ്ട്. എല്ലാ മൂഡും കളയാനായിട്ട് ഇത്തരക്കാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എപ്പോഴും എന്ത് ഫൺ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സ്പോയിൽ ചെയ്യുക എന്നുള്ള ഒരേ ഒരു എയിമോടെ ഉള്ളവരെയാണ് നമ്മളൊരു പേര് വിളിക്കുക. എന്താണെന്നറിയോ? വെറ്റ് ബ്ലാങ്കറ്റ്. ആ പേര് പോലെ തന്നെ നനഞ്ഞ തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെ തന്നെയാണ് സംഭവം. വളരെ അസ്വസ്ഥതയായിരിക്കും അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം അവരെപ്പോഴും എല്ലാ മൂഡും അവരുടെ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളും അല്ലെങ്കിൽ ചുമ്മാ അവരെ നമ്മൾ സ്പോയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ നമുക്ക് വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കാം. ഇനി കുറേ ആൾക്കാരുണ്ട്.
അവരെ ഞാൻ പറയാം കേട്ടോ എങ്ങനെയുള്ളവരാണെന്ന്. നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയി മൂവി കാണാൻ നേരത്ത് അവിടെ ഒറ്റയ്ക്ക് ഒരാൾ വന്നിട്ട് സിനിമ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകാൻ നേരത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിളിൽ കാണും ഒരാൾ തന്നെ ഇരുന്ന് വളരെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത്. ചില സമയത്തൊക്കെ ഞാനും ഇങ്ങനെ ആവാറുണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോൺ വൂൾഫ്. അവർക്ക് വേറെ ആരുടെയും കമ്പനി വേണ്ട, അവർക്ക് അവർ തന്നെ ധാരാളമാണ്. നമ്മുടെ കമ്പനി നമ്മൾ തന്നെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ലോൺ വൂൾഫ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേറൊരു ടേം കൂടെ അവരെ വിളിക്കും, അതാണ് ലോൺ ബേർഡ്. ആ ലോൺ എന്ന് പറയുന്ന വേർഡ് തന്നെ ഓർത്താൽ മതി. ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിലാണ് ലോൺ ബേർഡ്, ലോൺ വൂൾഫ് എന്ന് നമ്മൾ അവരെ വിളിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അവരാരെയും ഡിസ്റ്റർബ് ചെയ്യാറില്ല, വളരെ ഹാപ്പിയാണ് അവർ അവരുടെ കമ്പനിയിൽ തന്നെ. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ചില കാര്യങ്ങൾ നമുക്ക് അറിയാതെ വരാൻ നേരത്ത് നമ്മളിങ്ങനെ കിളി പോയൊക്കെ ഇരിക്കാൻ നേരത്ത് ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഓഫീസിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കാൻ നേരത്തായിരിക്കാം. അങ്ങനെ ചുമ്മാ എന്തേലും നമ്മുടെ അമ്മയാണെങ്കിൽ പോലും വന്ന് ചിലപ്പോൾ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഓർക്കും ഇവർക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടോ, നമ്മൾ അറിയാതെ പോയല്ലോ, ഇത്രയും സംഭവമായിരുന്നോ, ഇവർ പുലിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അത്തരക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാർക്ക് ഹോഴ്സ്. എന്താണ് ഡാർക്ക് ഹോഴ്സ്? അവർക്ക് ഒരുപാട് എബിലിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് പലപ്പോഴും അവരങ്ങനെ പ്രകടിപ്പിക്കാറില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല. അത്തരക്കാരെ നമ്മൾ പറയുന്നതാണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചില സുഹൃത്തുക്കളുണ്ട്, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം എത്തുന്ന അവരിലായിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ഭയങ്കര ബുദ്ധിയാണെന്നാണ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല, അവർക്ക് ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനും വളരെ സന്തോഷത്തോടെ വളരെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർക്ക്. അത്തരക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് സ്മാർട്ട് കുക്കി. എന്താണ് വിളിക്കുന്നത്? സ്മാർട്ട് കുക്കി. അതായത് അവർ ഭയങ്കര ഇൻ്റലിജൻറ്റും ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം ഏതൊരു പ്രശ്നം അവരുടെ കൊടുത്താലും അവരത് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും അല്ലേ? എന്ത് പ്രശ്നത്തിലും ആദ്യം നമ്മൾ ഡയൽ ചെയ്ത് വിളിക്കുന്നത് അവരെ ആയിരിക്കും. സോ ഇനി ആളോട് പറഞ്ഞേക്ക്, നിന്റെ പേരെന്താണെന്നറിയോ, ഇനി തൊട്ട് നിന്നെ ഞാൻ ആ പേരിൽ വിളിക്കില്ല, സ്മാർട്ട് കുക്കി എന്ന് വിളിക്കും. അപ്പോൾ ആൾക്കൊരു സന്തോഷമൊക്കെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത വേർഡിലേക്ക് പോവാം. അടുത്ത വേർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും. നിങ്ങൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകാൻ നേരത്ത് ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പറയാറുണ്ട്, ഏർലി ബേർഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൈസ കുറവ് കിട്ടും, ഓഫർ ഉണ്ട് എന്നൊക്കെ. ഈ ഏർലി ബേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതുമായിട്ട് റിലേറ്റഡ് അല്ല ഏർലി ബേർഡ്. ശരിക്കും പറഞ്ഞിട്ട് പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ, പേഴ്സണാലിറ്റിയിൽ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ രാവിലെയാണ് ഇരിക്കുന്നതെങ്കിൽ, രാവിലെ എണീക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് രാവിലെ ആണെങ്കിൽ നിങ്ങളെ ഏർലി ബേർഡ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രി എത്ര സമയം വേണമെങ്കിലും മടുപ്പ് കൂടാതെ മൂവി കാണാനോ പഠിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ വളരെ ആക്റ്റീവാണ് ആ സമയമെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് നൈറ്റ് ഔൾ. അപ്പോൾ ഏർലി ബേർഡ് എന്ന് പറയുന്നത് വളരെ രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെയും, അതുപോലെ തന്നെ നൈറ്റ് വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നവരെയാണ് നൈറ്റ് ഔൾ. അപ്പം നിങ്ങൾ ഏതാണ്? ഏർലി ബേർഡ് ആണോ നൈറ്റ് ഔൾ ആണോ? കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, എല്ലാം വായിച്ച് നോക്കി അഭിപ്രായം പറയും. ദെൻ ഇനി നമുക്കൊരു കൂട്ടരുണ്ട്, അവരെ പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും, ഒരു അനക്കവും കാണത്തില്ല, ടി വിയും കണ്ടുകൊണ്ട് എന്തേലും ഫുഡും കഴിച്ചുകൊണ്ടിരിക്കും. ഇത്തരക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗച്ച് പൊട്ടേറ്റോ. എന്താണ് വിളിക്കേണ്ടത്? കൗച്ച് പൊട്ടേറ്റോ. ഒരു കൗച്ച് പോലെ, ഒരു പൊട്ടേറ്റോ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്, അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഫുഡ് കഴിക്കണം, ടി വി കാണണം, വളരെ ലേസിയാണ് അത്തരക്കാർ. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നതാണ് കൗച്ച് പൊട്ടേറ്റോ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇച്ചിരി കൗച്ച് പൊട്ടേറ്റോ ഒക്കെ ആവാറുണ്ടല്ലേ? നമ്മുടെ അമ്മമാരൊക്കെ വന്ന് പറയാറുണ്ട്, ഇങ്ങനെ കിടക്കാതെ, ടി വിയുടെ മുമ്പിൽ ഇരിക്കാതെ, ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കാതെ വല്ല പണിയും പോയി ചെയ്യടാന്നൊക്കെ. അത് തന്നെ സംഭവം. ഇനി ലാസ്റ്റ് വേർഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്യായിരിക്കല്ലോ ലാസ്റ്റ് വേർഡ് എന്താണെന്ന് അറിയാൻ. ബിഗ് ചീസ്. എന്താണ് ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബിഗ് ചീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ, അവർക്ക് ഭയങ്കര സ്വാധീനമുണ്ട് ഈ സൊസൈറ്റിയിൽ. അത്തരക്കാരെ നമ്മൾ പറയുന്നതാണ് ബിഗ് ചീസ്. യൂഷ്വലി നമ്മൾ പറയാറുള്ളത് ബിഗ് ഷോട്ട് എന്ന് പറയാറുണ്ട് അല്ലേ? ആള് ഭയങ്കര ബിഗ് ഷോട്ടാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ആളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ബിഗ് ചീസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ചിരുന്നോ ഒരാളുടെ ക്യാരക്ടർ വെച്ച്, ഒരാളുടെ പേഴ്സണാലിറ്റി വെച്ച് ഇത്രയും വേർഡ്സ് ഉണ്ടായിരുന്നെന്ന്? തീർച്ചയായും മലയാളത്തിൽ വേർഡ്സ് ഉണ്ടല്ലോ നമുക്ക് പറയാനായിട്ട്. നമ്മൾ പറയാറുണ്ട്, അയ്യോ എന്ത് സംഭവമാണ് അവള്, അല്ലെങ്കിൽ ഒരു മടിച്ച്, ഇങ്ങനെയുള്ള ടേംസ് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷിലും കാണും അല്ലേ? കുറച്ചുകൂടെ യുണീക്ക് ആയിട്ടുള്ള ടേംസ്, അത്തരത്തിലുള്ള ടേംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നെക്സ്റ്റ് ടൈം ഇത്തരക്കാരെ കാണുമ്പോൾ ജസ്റ്റ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് പറഞ്ഞോളൂ. ഏറ്റവും ആദ്യം നമ്മൾ വേണ്ടത് ഇത്തരത്തിലുള്ള ലാംഗ്വേജ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലാംഗ്വേജിൽ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊപ്പം വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ ശ്രുതി. ടേക്ക് കെയർ.